പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹ ಅದರ ವಿಷಯ ಇಟ್ಟಿಕರು ನಂಗೆ ಸೊಂದು ಬಂದಿದೆ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತನ್ನ ಸೊಂದು ಲಾ ಸ್ವಲಾತ ಲಿಮನ್ ಲಂ ಯಖ್ರಾ ಬಿ ಫಾತಿಹತಿಲ್ ಕಿತಾಬ್. ನಿಸ್ಕಾರത്തിലെ ഫാത്തിഹ മാത്രം ഓതില്ലണ്ടെങ്കിൽ അവരുടെ നിസ്കാര സ്വഹിയാവില്ല ചൊല്ലിട്ടായിട്ടിക്കര് നബി തങ്ങ പഠിപ്പാട്ടുണ്ട്. നിസ്കാരത്തില് ഫാത്തിഹ ഓതിട്ടേ വേണം. ഫാത്തിഹ ഓതില്ലണ്ടെങ്കിൽ ഒത്തര നിസ്കാര സ്വഹിയാവണം. അതേ സന്ദർഭത്തിൽ മസ്ബൂക്കായിട്ടുള്ള മനുഷ്യന്മാരുള്ള മസ്ബൂക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാമൊരൊട്ടിಗೆ ഫാത്തിഹ ഓതുന്നതില് ടൈം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ಅವನಿಗೂ ಮಾಪಿಕ್ಕು ಹೊರತು ഇമാമൊരൊട്ടിಗೆ ഉള്ള അല്ലണ്ടെങ്കിൽ ഒർത്തനെ നിസ്കരിക്കരെ ആ ഒർത്തനെ നിസ്കരിക്കുമ്പോഴത്തുക ഫാത്തിഹ ഓതില്ലണ്ടെങ്കിൽ ഒർത്തര നിസ്കാര സ്വഹിയാവല ചൊല്ലിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങൾ മുഴുവൻ പഠിപ്പാടിತ್ತು. അപ്പൊ ഫാത്തിഹ എല്ലാത്തെയും ഒരു മൂലായിട്ടിക്കര്. ഈ ഫാത്തിഹ സൂറത്തുക്ക് 12 പേരായിട്ടിക്കര് മുഫസ്സിരീൻ എന്ന കിതാബില് പഠിപ്പാട്ടു. അതില് ഒരു പേരായിട്ടിക്കര് ഫാത്തിഹത്തുൽ കിതാബ്. ഞങ്ങൾ എല്ലാവർക്കും ಗೊತ್ತಲ್ಲ ഫാത്തിഹ ചൊല്ലുന്നത്. ഫാത്തിഹ ചൊല്ലുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഒന്ന് ഖുർആന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കാണുമ്പോഴത്തേക്കോ ഫാത്തിഹ ആയിട്ടിക്കര് കാണണ്ടേ. അതൊന്ന് ഫസ്റ്റ് ഇറങ്ങിയ സൂറത്ത് ഇറങ്ങിയ ആയത്ത് ഫാത്തിഹ അല്ല. ഏത് ഇറങ്ങിയ ഫസ്റ്റ് ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ചൊല്ലിയ സൂറത്തിലെ 5 ആയത്ത്. രണ്ടാമത്തെ ഇറങ്ങിയത് രണ്ടാമത്തെ അവതീർണമായത് സൂറത്തുൽ മുദ്ദസ്സിർ. വേറെന്തോ ഇറങ്ങിയ ഇല്ലല്ലേ? സൂറത്തുൽ മുദ്ദസ്സിറിൻ്റെതായിട്ടിക്കര് 5 ആയത്തായിട്ടിക്കര് ഇറങ്ങിയത്. മൂന്നാമത് ഒരു കംപ്ലീറ്റ് ആയിട്ട് സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫാത്തിഹ സൂറത്തായിട്ടിക്കര്. അപ്പൊ ഈ ഫാത്തിഹ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. ഫാത്തിഹ സൂറത്ത് ആ സൂറത്തുക്ക് ഷിഫാ ചൊല്ലൊരു പേരുണ്ട്. ഒന്നാമത്തല്ലേ ഫാത്തിഹ എല്ലാത്തെയും തുടക്കം സ്റ്റാർട്ട് ആയിട്ടിക്കര്. ഖുർആൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ട് ഫാത്തിഹ സൂറത്തായിട്ടിക്കര്. അപ്പൊ തുടക്ക സ്റ്റാർട്ടിങ് ചൊല്ലിട്ടായിട്ടിക്കര് അതിനർത്ഥം. പിന്നൊരു പേരെന്തിനാ ചൊന്നെങ്കിൽ സൂറത്തു ഷിഫാ. ഷിഫാ ചൊന്നിട്ട് പേരുണ്ടത്. ഷിഫാ രോഗത്തിന് ശമനത്തുകൊല്ല ഒരു സൂറത്ത് ചൊന്നിട്ടായിട്ടിക്കര് അതിനർത്ഥം. അപ്പൊ രോഗശമനത്തുകൊല്ല ഏറ്റവും നല്ലൊരു മറന്നായിട്ടിക്കര് സൂറത്തുൽ ഫാത്തിഹ. ഫസ്റ്റ് ഓതിട്ടോതനായ ഫാത്തിഹ സൂറത്തായിട്ടിക്കര്. കാരണം എന്താ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലുണ്ട് ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി സും. ഏത് വിഷയം ഉണ്ടായെങ്കിലും ആ വിഷത്തുകൊല്ല ഫസ്റ്റ് മറന്നത് ഫാത്തിഹത്തുൽ കിതാബ് ചൊന്നിട്ടായിട്ടിക്കര്. ഏതെന്ത് വിഷയം ഉണ്ടായെങ്കിലും പോയിസൺ ഉണ്ടായെങ്കിലും ആ പോയിസൺ കൊല്ലെ ഫസ്റ്റ് മറന്നെതിരെ ഫാത്തിഹത്തുൽ കിതാബ് ചൊന്നിട്ടായിട്ടിക്കര്. പോയിസൺ പോലും ഇല്ലാണ്ടായി കൊണ്ട് ചൊന്നിട്ടായിട്ടിക്കര്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല കരുത്തോടു കൂടെ ഫാത്തിഹ ഓതിയിട്ടുണ്ടെങ്കിൽ അത്രയും ശിഫ ഉണ്ടോ ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്. ഇങ്ങനെ നോക്കൊരു ഓർക്ക ഒരു സ്വഹാബിക ഇങ്ങനെ നടന്നുകൊണ്ട് പോയോണ്ടിരുന്നാണ്. അതാണ് നടന്നുകൊണ്ട് പോയിട്ടിരിക്കുമ്പോൾ ഒരാള് അപസ്മാര രോഗിയായിട്ട് നിലത്തിൽ കിടന്നിട്ടുണ്ട്. അപസ്മാര രോഗിയായിട്ട് നിലത്തിൽ പോന്നിട്ടുണ്ട്. അപ്പ അയാളെ മുട്ട തിന്നിട്ട് അയാളെ മുട്ട തെച്ചിട്ട് അയാളെ കാതിലോടുകി ഒരു സ്വഹാബി ഉണ്ടാക്കിയിട്ട് സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് ഓതിച്ചു. പറഞ്ഞില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഫാത്തിഹ സൂറത്ത് ഓതിച്ചു. അങ്ങനെ ഓതിട്ട് തീരലോട് കൂടെ ലട്ടൻ സ്റ്റൈൽ ഇണ്ടത്ത് ചൊന്നിട്ടായിട്ടിക്കര് ആ സ്വഹാബി ചൊല്ലി. എന്നിട്ട് മാത്രല്ല ഈ വിഷയം വന്നിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നാറ് നബിയെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിട്ടിരിക്കുമ്പോഴത്തേക്കോ ഒരു അപസ്മാര രോഗിയായ ഒരാളെ നിങ്ങൾ കണ്ട. അപ്പൊ അയല്ലേ കാതിരവിടെ നിന്നിട്ട് ഞങ്ങൾ എന്താക്കി ഈ സൂറത്ത് ഓതിട്ട് കൊടുത്താൽ ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കോ അപ്പ നബി തങ്ങൾ ചൊല്ലുന്നത് ഹിയ ഉമ്മുൽ ഖുർആൻ വഹിയ ശിഫാഉം മിൻ കുല്ലി ദാ. അത് എല്ലാ രോഗത്തും ശിഫാകുല്ലർ മറന്നു ചൊന്നിട്ടായിട്ടിരിക്കാൻ നബി തങ്ങൾ ചൊല്ലി. അപ്പൊ ഫാത്തിഹ സൂറത്ത് ചൊല്ലത് ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തും ശിഫ ആയിട്ട് ചൊന്നിട്ടു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവ് കൊണ്ട് ഒരൊറ്റൊരു കളവും ചൊല്ലാത്ത നേതാവായിട്ടിക്കര് ഇതിനങ്ങ് പഠിപ്പാട്ട്. അപ്പൊ ഫാത്തിഹ ചൊല്ലിയ സൂറത്തുകളിലെ പവർ നിങ്ങൾ നോക്കൂ. എല്ലാ രോഗത്തും മറന്നു ചൊന്നിട്ടായിട്ടിക്കര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിനെ ചൊട്ടു ചൊന്നിട്ടായിട്ടിക്കര് ഇമാമിങ്ങനെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വയ്ക്കാറാണ്. പിന്നൊരു പേര് ചൊന്നിട്ടാണെങ്കിൽ സൂറത്തു സ്വലാത്ത്.
സ്വലാത്ത് ചെന്നിട്ടും അതിക്ക് ഒരു പേരുണ്ട്, നിസ്കാര ചെന്നിട്ടും ഒരു പേരുണ്ട്. അതേപോലെ സൂറത്തുൽ ഹംദ് ചെന്നിട്ട് പേരുണ്ട്. അൽഹംദ് ഇപ്പൊ അതിലെ ബിസ്മിൽ പിന്നുള്ള അൽഹംദല്ലേ, അങ്ങനെ സൂറത്തുൽ ഹംദ് ചെന്നിട്ടും ആ സൂറത്ത് ഒരു പേരുണ്ട്. അതേപോലെ പിന്നൊരു പേരായിട്ട് ഉമ്മുൽ ഖുർആൻ. ഖുർആന്റെ ഉമ്മ എന്നൊരു പേരുണ്ട്. ഖുർആന്റെ ഉമ്മ ചെന്നിട്ട് സാധാരണ ഇപ്പൊ യാസീൻ സൂറത്തുകളുടെ പേര് എന്തിനാ വന്നിട്ടുണ്ടാ? ഹാർട്ട് ഓഫ് ദി ഖുർആൻ, ഖുർആന്റെ ഹാർട്ടായിട്ടിക്കര്. കൽബുൽ ഖുർആന്റെ ഹാർട്ടായിട്ടിക്കര്. അതേ സന്ദർഭത്തിൽ ആ ഫാത്തിഹ ചൊല്ലിയ സൂറത്തുകളുടെ പേര് എന്തിനാ? ഉമ്മുൽ ഖുർആന്റെ ഉമ്മ ചെന്നിട്ടായിട്ടിക്കര്. മദർ ഓഫ് ദി ഖുർആന്റെ മദർ. അപ്പൊ ഖുർആന്റെ ഉമ്മ ചെന്നിട്ടുണ്ടെങ്കിൽ അത് സൂറത്തുൽ ഫാത്തിഹ ചെന്നിട്ടായിട്ടിക്കര്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി ഉമ്മുൽ ഖുർആൻ, ഈ ഫാത്തിഹ സൂറത്ത് ചൊല്ലിയ സൂറത്ത് അത് ഖുർആന്റെ ഉമ്മ ചെന്നിട്ടായിട്ടിക്കര്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടിച്ചു. എന്തേ ഈ ഫാത്തിഹ ചൊല്ലിയ സൂറത്തുക്ക് ഉമ്മുൽ ഖുർആന്റെ ഉമ്മ ചെന്നിട്ട് പേര് വയ്ക്കണോ? കാരണം എന്തേ ചെന്നിട്ടു മുഫസ്സിരീങ്ങ ധാരാളമായ റീസൺ ആയിക്ക് ചൊല്ലാറ്. ഉമ്മ ചെന്നിട്ട് ഞങ്ങൾ കൊണ്ടുണ്ടോ ഏതൊരു വിഷയത്തെയും അടിസ്ഥാനമായിട്ടിക്കർ ഉമ്മ ഏറ്റവും പിന്നെ ഞങ്ങളെ ഏറ്റവും ഞങ്ങൾ ആദരിക്കണായ ഒരാളായിട്ട് ഞങ്ങളെ ഉമ്മ ചെന്നിട്ടെങ്കിൽ അന്ന ഉമ്മ ഷെയ്യാസുലു, ഒരാളിലെ ഉമ്മ ചെന്നിട്ടെങ്കിൽ യഥാർത്ഥമായ ആദരിക്കണായ ഒരു ആളായിട്ട് ഉമ്മ ചെന്നിട്ടെങ്കിൽ അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്നിട്ട് ഒരു സ്വഹാബി എടുത്ത് ನಾನು ഗുണം ചെയ്യണായി അല്ലണ്ടെങ്കിൽ ನಾನು ചന്തത്തിൽ കാണണായി ആരെ ചെന്ന് കേൾക്കുമ്പോ അപ്പ നബി തങ്ങൾ ചെന്നെതിരെ ഉമ്മുക്ക ഇങ്ങനെ ഉമ്മടെ ആയിട്ടിക്ക് പിന്നെ കേടുത്ത് പിന്നെ ആരെയുണ്ട് നിന്റെ ഉമ്മടെ ചെന്ന് നബി തങ്ങൾ ചെന്ന് പിന്നെ കേടുത്ത് പിന്നെ ആരെ കേടുത്ത് പിന്നെ നബി തങ്ങൾ ചെന്ന് 3 വട്ടം ചെന്ന് ഉമ്മുക്ക ചെന്നിട്ടായിട്ടിക്കരുത്, സുമ്മ അബൂക്ക ചെന്നിട്ട് പിന്നെ നിന്റെ പാപ്പ കയറ്റിക്കരുണ്ട്. അപ്പൊ ഞങ്ങ കിരുപ്പ ചെയ്യാനായി ഉമ്മടെ ആയിട്ടിക്കരുത്. കാരണം എന്താ ചെന്നെങ്കിൽ ആ ഉമ്മായോലും ഞങ്ങളെ ബേത്തിൽ വെച്ചിട്ട് മാത്രല്ല എത്രമാ ഈ ഡെലിവറി ആവുന്ന സന്ദർഭത്തിൽ എത്രമാ മുള്ളുടെ പൊട്ടുപാടിട്ടായിട്ടിക്കര് ആ പൊട്ടിയ നമ്പറായിട്ടിക്കര് ഉമ്മമാർ അനുഭവിക്കര്. അതെല്ലാമായിട്ട് ഞങ്ങളെ പിന്നെ അങ്ങ് ഡെലിവറി ആക്കിടാറ് പെറാറ് എന്നിട്ടാ ഞങ്ങൾ ഫീഡാക്കിടാറ്. ആ 2 ವರ್ಷ 3 ವರ್ಷത്തോಲು ചൊമ്മ കഷ്ടപ്പെടാറ്, ജാവിടി ഉറക്കിക്കില്ല, എല്ലാമത്തെ കഷ്ടം ത്യാഗം പണ്ടാറ്. അങ്ങനെ തെല്ല് ബലിയാകുമ്പത്തുക ഈ ത്യാഗാക്കിയതിരെ ഈ കഷ്ടബന്ധത്തിൽ എന്താവില്ല ഈ മക്കൾ കൊന്താവില്ല, അതാറ് ഈ മക്കൾ കൊന്തിക്കില്ല. പിന്നെ തെല്ല് ബലിയാകുമ്പത്തുക ഇട്ടിക്കര് ഈ അബ്ബായോന്ന് കയ്യില് പിടിച്ചോണ്ട് മക്കളെ പിന്നെ ഐസ്ക്രീം തിന്ന് വാട്ടുമ്പത്തുക്കും അല്ലെങ്കിൽ പാർക്കോട്ട് കൊണ്ടുപോയിട്ട് ചുറ്റുവാട്ടുമ്പത്തുക ഇട്ടിക്കര് അബ്ബടെ കൊന്തവിടെ. യഥാർത്ഥ നല്ല പിർസാക്കനായ അബ്ബ ചെന്നിട്ട് ഇട്ടിക്കര് അപ്പ കൊന്തവിടെ അബ്ബടെ ഉമ്മ സീറോ. കാരണം നമ്മുടെ വിഷയം തോന്നുന്നു കൊന്തയായിട്ടില്ല. എന്റെ പോലെ പെത്തൊരാള് ഇത്ര ടൈം എന്റെ പുറത്ത് നടന്നൊരാള്, അതേപോലെ ഞാൻ എത്രമാ നാള് ഉറക്കില്ലാണ്ട് ഉമ്മടെ ബുൾപ്പിട്ടിട്ട് നല്ല ഉറക്കണാൻ ഇല്ലാണ്ടാക്കി പറ്റില്ല, ഉമ്മടെ മേലാണ് മുത്ര വീത്തര എല്ലാം ഓൺ ആക്കിറ അതൊന്നും കൊന്തില്ല, അത് ശരിയലാക്കിറ ഇട്ടിക്കര്. പിന്നെ തെല്ല് വലിയാമ്പത്ത് കയറ്റിക്കര് അബ്ബായോൺ അവിടെ കുട്ടിയമ്പത്ത് കയറ്റിക്കര് അപ്പടെ കുർസാക്കര്. യഥാർത്ഥത്തിൽ കുർസാക്കനായ ഉമ്മടെ ആയിട്ടിക്കര് അപ്പടെ കുർസാക്ക തീരാണ്ടെന്ന് പറല. അപ്പൊ ഉമ്മ ഇട്ടിക്കര് അടിസ്ഥാനം. അപ്പൊ ഖുർആനില് 4 വിഷയത്തിലായിട്ടിക്കര് മെയിനായിട്ട് ചർച്ചാക്കര്. ടോട്ടലി ഖുർആനില് 4 വിഷയം ചർച്ചാക്കര്. ഒന്ന് ഇലാഹിയ പടച്ചുറമ്പ് 6 ചെന്നിട്ടായിട്ടിക്കര് ഖുർആൻ ചർച്ചാക്കര്. 6 പടച്ചുറമ്പ് നിങ്ങൾക്ക് 6 ആ റബ്ബായോണ് നിങ്ങൾക്ക് ആക്കി തന്നെ നിയമത്തുന്നര് ഇതെല്ലാം ഫസ്റ്റ് പിടിച്ച് ലാസ്റ്റോളം അല്ലാഹു തആല ചർച്ചാക്കര. രണ്ടാമത്തെ ഒരു വിഷയം ചർച്ചാക്കരുത് ചെന്നിട്ടുണ്ടെങ്കിൽ അൽ മആദ്. ഓ മനുഷ്യ, ഈ ദുനിയാവിൽ കുറെ വർഷം മിഞ്ചിട്ട് ദുനിയാവിൽ കുറെ വർഷം മിഞ്ചിട്ടെങ്കിൽ തീന്നില്ല ഒരു നാല് നണ്ടുമുട്ട വർണ്ണുകൊണ്ടു ചൊല്ലൊരു വിഷയവും ഖുർആനിൽ ഇടക്കിടക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് നടപ്പാക്കിയിട്ടുള്ള നീന് ദുനിയാവിലാക്കിയ തീന്ത് അത് തീന്ത് ചൊന്ന് പേരിക്കണ്ട. ഒരു നാല് ഇതിന്റെ ജഡ്ജ്മെന്റ് നണ്ടുമുട്ട നീന് വർണ്ണുകൊണ്ടു ചൊല്ലൊരു വിഷയ നീ മറക്കോത്തീരാ ചൊന്നിട്ടായിട്ട് ഇടക്കിടക്ക് അള്ളാഹു നാൾ ഓർമ്മയാക്കേണ്ടിരിക്കറ. ഈ ചില പാലക്കാർ വിചാരിച്ചത് ടെൻഷനായ സാത്തിക്ക് അല്ലണ്ടെങ്കിൽ ആ കുറെ ആൾമാരെ കടെടുത്തിട്ട് ബിന്ദാസാക്കിട്ട് ജീവനാക്കിയിട്ട് കടകൊക്കെ വന്നിട്ടെങ്കിൽ സുസൈഡ് ആക്കിണ്ടെങ്കിൽ ലൈഫ് തീന്ത് ചൊന്ന് വിചാരിച്ച അതുകൊണ്ട് കൂടെ നല്ല പ്രോബ്ലം സോൾവ് ചെയ്ത് ചൊന്ന് വിചാരിച്ചാറ്. ടെൻഷനായ സാത്തിക്ക് സുസൈഡ് ആക്കിണ്ടെങ്കിൽ പ്രോബ്ലം സോൾവ് ഉണ്ട് അല്ല. ഈ സുസൈഡ് ആക്കിയ ബാലക്കാരക്ക് ഗൊಂತಿಲ್ಲ ഔട്ടായിട്ട് പ്രോബ്ലം കൊണ്ട് സ്റ്റാർട്ട് അവിടെ ഔട്ടോലു അതുകൊണ്ട് പ്രോബ്ലം അല്ല, അതിനെങ്ങനെങ്കിലും സോൾവ് ആക്കാൻ. കാരണം സുസൈഡ് ആക്കൽ പിന്നെ ആയിട്ടിക്കൽ ഒരു മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രോബ്ലം പിന്നെ ക്രിയേറ്റ് അവിടെ ആയിട്ടിക്കൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുസൈഡ് ആക്കിയ സാത്തിക്ക് ഓന്റെ പ്രോബ്ലം തീർന്നു വെച്ചിട്ട് ആരും വിചാരിച്ചിരണ്ട. കാരണം എങ്ങനെ സുസൈഡ് ആക്കിയാണ് ഓൺ ഖിയാമത്ത് നാളത്തോളം റബ്ബ് തആല ആ
അങ്ങനെ ഉണ്ടാക്കുവാട്ടിക്കൂ ചൊന്നിട്ടായിട്ടിക്കര് നബി അലൈഹി വസല്ലം തങ്ങൾ വിസ കുടിച്ചിരേമാ നരകത്തിൽ വെച്ചിട്ട് അള്ളാഹു തആല 24 ഗಂಟೆ വിസ കൊടുത്തിട്ടുണ്ട് കുടിപാട്ട ചൊന്നിട്ടായിട്ടിക്കര് ആ വിസത്തെ ഇങ്ങനെ കാര്യണ്ടിക്കോണോ ചൊന്നിട്ടായിട്ടിക്കര് അല്ല കൽത്തക്ക് വല്ലിട്ടേമാ ആ ബല്ലിട്ടിട്ട് ഇങ്ങനെ നേണ്ടോട്ടിക്കോണോ ചൊന്നിട്ടായിട്ടിക്കര് അതിലിങ്ങനെ നമ്മൾ അനുഭവിച്ചോണ്ടിക്കോണോ ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോബ്ലം അപ്പൊ ക്രിയേറ്റ് ആയമ സോളോ ആയമ ചൊന്ന അങ്ങനെ അർത്ഥാക്കും എത്ര ഞങ്ങളെ ബാലക്കാറുള്ള കാലി ഒരു 1.5-2 തിങ്കളത്തിനിടയ്ക്ക് സുബ്ഹാനല്ലാഹ് ഈ റമളാനിൽ പോലും സുസൈഡ് ആക്കിയെന്നുള്ളതാണ് ഒരു പെണ്ണിങ് ഇപ്പുറത്ത് അത് മാത്രം വിഷയം മാത്രം സ്പ്രെഡ് ആയിട്ടില്ല എന്ന് മാത്രം റമളാനിൽ പോലും തന്റെ മാപ്പിള പിന്നെ സുബഹി നിസ്കാരത്തിൽ പള്ളി പോയിട്ടിരിക്കുമ്പോൾ ചെറിയ കിടാവ് കളിച്ചോണ്ടിരിക്കുമ്പോഴായിട്ടിക്കരുത് ഓരോ ജീവനെടുക്കലായിട്ടിക്കരുത് ഇപ്പൊ റീസെന്റ് നടന്ന വിഷയമായിട്ടിക്ക അല്ല പ്രോബ്ലം സോൾവ് ആവിടല്ല ക്രിയേറ്റ് അവിടെ ഇട്ടിക്കരുത് ഞങ്ങളുടെ പാലക്കാർ എത്ര വലിയ ഡിപ്രഷൻ ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ മുന്നോട്ട് പറഞ്ഞു കുത്തിയറ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ജീവന ദുനിയാവോട് കൂടെ തീരില്ല അല്ല ഇത് ദുനിയാവും കൊറിയ ടൈം മാത്രമായിട്ട് നബി തങ്ങൾ ചൊന്നേ അമാറു ഉമ്മത്തി മാ ബൈന 60 ഔ 70 രണ്ട് ഉമ്മത്തിരെ വർഷ ആയുഷ്കാലത്തിനാ ചൊന്നുണ്ടെങ്കിൽ 60-70 വർഷം മാത്രമായിട്ടിരിക്കും അതില് യാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബൈ ചാൻസ് ആയിട്ടിരിക്കണു തന്റെ ഉമ്മത്തിരെ ആയുഷത്തിര അമാറു ഉമ്മത്തി മാ ബൈന 60 ഔ 70 60-70 ಯಾರ കിട്ടുന്നത് അവിടെ നസീബായിട്ടിരിക്കണം ഇത്രയായിട്ടിരിക്കണം അങ്ങ് ഓടിക്കണം അതേ സന്ദർഭത്തില ആഖിറ ചൊല്ലത് അങ്ങനല്ല സ്വർഗ ചൊല്ലത് അങ്ങനല്ല അതിക്ക് അന്ത്യമില്ല ചൊന്നിട്ടായിട്ടിരിക്കണം അതിക്ക് അന്ത്യമില്ല അതിക്ക് 60 വർഷമാ 70 വർഷമാ ചൊന്നിട്ടില്ല അന്ത്യമില്ലാത്ത ഒരു ലോകമായിട്ടിരിക്കരുത് സ്വർഗ ചൊന്നുണ്ടായെങ്കിൽ അപ്പ നിബിതങ്ങൾ ചൊല്ലേ അന്ത്യമില്ലാത്ത ലോകത്തിന് വേണ്ടിയിട്ട് നീ റെഡിയാവണം ചൊന്നിട്ടായിട്ടിരിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട് അതിക്ക് വേണ്ടിയിട്ട് എത്ര ഡിപ്രഷൻ ആയിട്ടായെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു തീരുമാനത്തിന് ഞങ്ങളെ പാലക്കാർ മുന്നോട്ട് പറഞ്ഞു നോക്കിത്തരാം ഇങ്ങനത്തെ ഒരു തീരുമാനത്തിന് ഞങ്ങളെ മക്കളെ ഞങ്ങൾ മുന്നൽക്കും പറഞ്ഞു നോക്കിത്തരാം കാരണം യാറത്തെ മക്കവും ഞങ്ങളെ ചെറിയ മക്ക പോലും ചെറിയ മക്ക പോലും 2ാം ക്ലാസ്സിലെ മക്ക 1ാം ക്ലാസ്സിലെ മക്ക പോലും സുസൈഡ് ആക്കേണ്ടുള്ള കാലമായിട്ടിക്കരുത് എന്തേ മൊബൈലിൽ നോക്കിടാറ് ചൊമ്മ ഈസി ചൊന്ന് വിചാരിച്ചാർ അതിന് ഗൗരവം ഞങ്ങൾ അർത്ഥാക്കാത്ത കാരണത്തിലായിട്ടിക്കരുത് ഈ ആത്മഹത്യക്ക് ഞങ്ങളെ പാലക്കാർ മുന്നോട്ട് വന്നിട്ടുള്ള അല്ലാഹു തആല സമുദായത്തെ അല്ലാഹു തആല സലാമത്താക്കട്ടെ അപ്പൊ ഖുർആൻ അല്ലാഹു ഇടക്കിടക്ക് ചർച്ചയാക്കട്ടെ ഇടക്കിടക്ക് ചൊല്ലൊരു വിഷയമായിട്ടിക്കരുത് ഒൽ മആദ് മോനെ നീന് ദുനിയാവിൽ അടിച്ചു വെച്ച് മാത്രം ജീവിച്ച മയ്യാവല നണ്ടപ്പെട്ട ഒരു നാൾ മരണം ഉണ്ടാവാം ഇടക്കിടക്ക് അല്ലാഹു നടപ്പാക്കട്ടെ നണ്ടപ്പെട്ട പറഞ്ഞുകൊണ്ടാവാം നണ്ടപ്പെട്ട പറഞ്ഞുകൊണ്ടു സമ്മ കളിക്കണ്ട സമ്മ പാറണ്ട ദുനിയാവിലു ഒരു നാൾ നണ്ടപ്പെട്ട പറഞ്ഞുകൊണ്ടു ചെന്നിട്ടു ഇടക്കിടക്ക് അല്ലാഹു ചർച്ചയാക്കട്ടെ ഖുർആനിൽ മൂന്നാമത്തെ ഒരു വിഷയം ചർച്ചയാക്കണമെങ്കിൽ ഒന്ന് നുബുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊലക്ക അത് ലാട്ട്പൊട്ടല്ല അത് ഹക്കായിട്ടിക്കരുത് അത് നീ തിരസ്കാരാക്കണമെന്നല്ല അത് നാശിന്റെ ഫലക്കായിട്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ചൊല്ലി നുബുവത്ത് സ്ഥിരപ്പെടുത്തുന്ന വിഷയമായിട്ടിരിക്കുന്ന 3 നാലാമത്തെ ഒരു വിഷയ ഇസ്മാത്തുൽ ഖളാഇ വൽ ഖദറില്ലാഹി തആല ഏതും നടക്കര മോനെ നിന്റെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതല്ല നടക്കരേ ചില ആൾമാരുടെ ഡ്രീം ആയിട്ടിക്കര് ഇത്രാമത്തെ വർഷത്തിലെ കുറെ അവയിട്ടിട്ടാവണം ഇത്രാമത്തെ വർഷത്തിലെ കുറെ 5 മക്ക ഇത്രാമത്തെ വർഷത്തിലാണ് മില്യൺ ആയിട്ടിക്കര് അല്ലാണ്ട് ബില്യൺ ആയിട്ടിക്കര് ഓന്റെ ഹെൽത്ത് മാത്രമായിട്ടിക്കര് ഇത് ഹെൽത്ത് മാത്ര പിന്നെ എല്ലാം തീരുമാനാക്കണം നാണ് ചൊന്നിട്ടായിട്ടിക്കര് അള്ളാഹു ചൊല്ലി ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ ചൊല്ലൊരു വിഷയം അങ്ങനെ ആയിട്ടിക്കരുത് മോനെ നീ വെറുതെ പെണ്ണിലിങ്ങനെ ഗീച്ചിട്ട് വെച്ചിരിക്കുക പിന്നെ എല്ലാ നിർണയാക്കണമെന്ന് നാണ് ചൊന്നിട്ടായിട്ടിക്കര് പടച്ചിറപ്പ് നാളെ ടീച്ചറുണ്ട് ഇപ്പുറത്ത് ഒരു ബിൽഡർ മൈക്കാലത്ത് ഒരു ബിൽഡർ അതിലെ ಎಲವನ್ ಸ್ವಂತು ಮೂತವನು ನಾಲ್ಕೇ ಶೆಡ್ಯೂಲ್ ಎಲ್ಲ ಹಾಕಿಟ್ಟಾಯಿಟ್ಟಿಕ್ಕರು ಜಾವ ಕೆಡಕರೆ ಸುಬ್ಹಾನಲ್ಲಾಹ್ ಸುಬೈಕಿಂಚ ನೋಕೊಂಬತ್ತುಗ ಮೂತವನು ಮೈಯತ್ತಾಯಿಟ್ಟಿಕ್ಕರು ನಾನು ಇത്ര ಗಂಟೆ ಕೂಡ ಇത്ര ಗಂಟೆ ಆ ಬಿಲ್ಡಿಂಗ್ ಇത്ര ಗಂಟೆ ಆ ಸ್ವರ್ಗ ನೋಕೊಂಡೆ ಎಲ್ಲ ಶೆಡ್ಯೂಲ್ ಆಗಿ ಬಿಚ್ಚಿಟ್ಟು കിടന്നതായിട്ടിക്കರು സുബൈക്കിനിക്കിಂಚ നോക്കുമ്പത്തുക മയ്യത്ത് അപ്പൊ ആരെ കയ്യിലില്ലേ തീരുമാനം ആരെ കയ്യിലില്ലേ ഇല്ല തീരുമാനം നിങ്ങൾ ബിൽദി എഴുതിയ മാത്രമായിട്ടിക്കರು തന്നിൽ വെച്ച ഹോമോപലായിട്ടിക്കರು എതിരെ മാത്രമായിട്ടിക്കರು തീരുമാനം റബ്ബുടെ കയ്യിലായിട്ടിക്കರು റബ്ബുടെ കയ്യിൽ തീരുമാനം ഞങ്ങളുടെ കയ്യിൽ എന്തും തീരുമാനം ഇല്ല എല്ലാം പടച്ചിടപ്പെടുമെന്ന് തവക്കലാക്കുന്ന ചൊന്നിട്ടായിട്ടിക്കറ് അപ്പൊ ഇങ്ങനെ എത്രയോ അനുഭവിക്കും എത്രയോ ആൾമാറുള്ള വിജ്ഞാനത്തെ പ്ലാൻ ആക്കിയിട്ട് ജാവ് നോക്കുമ്പോ ഇല്ല അന്ത്യമില്ലാത്ത ഒരു ലോകത്തിലായിട്ടിക്കറവൻ പോയിട്ടുള്ളത് അപ്പൊ ആ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചർച്ചയാക്കണം എന്തിനാ ചൊന്നില്ലെങ്കിൽ മോനെ ഒരു ദുനിയാവിൽ എന്തിനാവുണ്ടായെങ്കിലും പടച്ചിടപ്പെടെ കഥ ആയിട്ടിക്കറും നിൽക്കുന്നതാണ് ഒരു സീക്ക് തന്നെ ഉണ്ടായെങ്കിലും നല്ല തീരുമാനത് അല്ല നിന്റെ നാണ് ഹൈഫൈ ആളായിട്ട് അല്ലണ്ടായെങ്കില നിന്റെ നാണ് പിന്നെ കൂട്ടിട്ട് എടുക്കുന്ന പാട്ടുവേ അത് നല്ല കഥ ആയിട്ടിക്കറും നിന്റെ വെറും പാവത്തവനാക്കട ഇതെല്ലാം നല്ല തീരുമാനം ആയിട്ടിക്കരുത് ചെന്നിട്ടു ഇടയ്ക്കിടയ്ക്ക് ചർച്ചയാക്കട ഒരു വിഷയമായിട്ട് ഈ 4 ചർച്ചയും പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ സൂറത്തിൽ അള്ളാഹു ചർച്ചയാക്കട ചെന്നിട്ടായിട്ടിക്കര് ഇമാമിങ്ങ പഠിപ്പാട്ട ആയ കാരണത്തില് ഫാത്തിഹ സൂറത്തുക്ക് ഉമ്മുൽ ഖുർആൻ ചൊല്ലൊരു പേരുണ്ട് ചെന്നിട്ടായിട്ടിക്കര് മഹാന്മാരായ ഇമാമിങ്ങ പഠിപ്പാട്ടാറ് ഇൻഷാ അല്ലാഹ്
ബാക്കിയുള്ള പേര് നാലഞ്ചുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആന്റെ ചന്ത ഓതുനുകും പടച്ചറബേ അത് പിന്നെ നല്ല അർത്ഥം മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചിട്ട് റബ്ബിടെ മനസ്സിലാക്കണതും അല്ലാഹു നിന്നെ തൗഫീഖ് നൽകണം റഹ്മാനെ. നിന്റെ ഖുർആനെ പോലെ നടക്കണതും നിന്റെ ഹബീബിനെ വിശ്വസിക്കണതും നിങ്ങൾക്ക് എല്ലാവരും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ ഖുർആൻ 4 അമ്പിയാക്കന്മാരെ പോലെ ശിഫാറസാക്കുമ്പോഴേക്കും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ